ഫ്ലിൻമാക്സിലേക്ക് സ്വാഗതം. മലബാറിലെ ഏറ്റവും ശ്രദ്ധേയമാകാൻ പോകുന്ന നിയമസഭാ മണ്ഡലമാണ് ബേപ്പൂർ. അങ്ങനെ ശ്രദ്ധേയമാകാൻ പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ശ്രീ PV അൻവർ നിലവിലുള്ള അവിടുത്തെ MLA-യും മന്ത്രിയുമായ ശ്രീ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുന്ന വാർത്തയിലാണ്. ഈ വിഷയം ഞങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നു. അന്ന് തന്നെ ശ്രീ വാഹിദ് ബേപ്പൂരിൻ്റെ സുൽത്താനായി ശ്രീ PV അൻവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന രീതിയിൽ ഒരു പരാമർശം നടത്തിയിരുന്നു. അതിനെ ശരിവെക്കുന്ന വിധത്തിലാണ് ഏറ്റവും പുതിയ വാർത്തകൾ. എന്താണ് ഒരിക്കൽ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ? അല്ല, അത് നമ്മളൊരു 2 ആഴ്ച മുമ്പ് തന്നെ ഒരു ചർച്ചയിൽ പറഞ്ഞായിരുന്നു. അതായത് PV അൻവർ ആയിരിക്കും അവിടെ ബേപ്പൂര് സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യത വളരെ കൂടുതലുള്ളതാണുള്ളത്. UDF-ൻ്റെ അതേ അസോസിയേറ്റ് മെമ്പറായി അൻവറിൻ്റെ പാർട്ടി വരുമ്പോൾ അവിടെ ഒരു ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ളൊരു മണ്ഡലമൊന്നും അല്ല അത് പൊളിറ്റിക്കലി. എന്നാൽ അവിടെ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം UDF-ന് അനുകൂലമായി വരുന്ന എന്നൊരു തോന്നൽ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പോടെ UDF-ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ അവിടെ ഇത്തരം മൈനോറിറ്റി ന്യൂനപക്ഷങ്ങൾ വളരെ കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണ് ബേപ്പൂര്. അപ്പോൾ തീരദേശ മണ്ഡലമാണല്ലോ, അറിയാം. അപ്പോൾ അവിടെ ഒരു നല്ല മത്സരം കൊടുത്താൽ ഒരു പക്ഷേ വിജയിക്കാൻ സാധിച്ചേക്കാം എന്ന് അവർക്കൊരു തോന്നൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പോടെ വന്നിട്ടുണ്ട്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ 2 മുനിസിപ്പാലിറ്റി മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്ന 2ഉം UDF-ന് പിടിക്കാനായി. പിന്നെ ഒരു പഞ്ചായത്ത് ഉള്ളത് അത് LDF ജയിച്ചതെങ്കിലും അത് അവിടെ കോർപ്പറേഷനിലെ ഒരു 14 വാർഡുകളിൽ ഒരു 4 വാർഡുകൾ ജയിക്കാൻ UDF-ന് സാധിച്ചു. മൊത്തത്തിൽ 1300 വോട്ടിന്റെ ഒരു എഡ്ജ് അവിടെ LDF-ന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 28,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശ്രീ മുഹമ്മദ് റിയാസ് അവിടെ നിന്ന് വിജയിച്ചു വന്നത്. എന്നാൽ അതിനുശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ MK രാഘവൻ എന്ന് പറയുന്ന UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് ആ ഒരു പ്രത്യേക സെഗ്മെന്റിൽ ഏകദേശം 19,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകാൻ കഴിഞ്ഞു. അതൊരു വലിയ ഒരു മുന്നോട്ട് പോക്കാണ് അവരെ സംബന്ധിച്ച്. അതിന് തുടർച്ചയായിട്ട് വന്നതാണ് ഇതിലിപ്പോൾ 1300 വോട്ടിന്റെ ഒരു എഡ്ജ് മാത്രമായിട്ട് LDF-ന് ഒതുങ്ങി. അപ്പോൾ ഒരു നല്ലൊരു മത്സരം കൊടുക്കുകയും ഒരു സ്ട്രോങ് സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവരികയും ചെയ്ത ഒരുപക്ഷെ ജയിക്കാൻ കഴിഞ്ഞേക്കാവുന്ന ഒരു തോന്നൽ അവരിൽ വന്നു. അങ്ങനെ ആയിരിക്കണം അവർ അൻവറെ കൊണ്ടുവരുന്നത്. അൻവർ അവിടെ വരുന്നു എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ UDF-ന് ഈ പറയുന്ന ന്യൂനപക്ഷ ഏകീകരണം, അനുകൂലമായ ഒരു ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് UDF-ലെ നേതാക്കന്മാരെക്കാൾ ഇപ്പം UDF-ലേക്ക് എത്തിയ PV അൻവറിൻ്റെ റോൾ വളരെ പ്രധാനമാണ്. ആ അർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 28,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം LDF-ന് കിട്ടി, മുഹമ്മദ് റിയാസിന് കിട്ടി. ഇപ്പോൾ ഒരു മണ്ഡലം തന്നെ 2 പ്രാവശ്യം മാത്രമാണ് കോൺഗ്രസിന് അപ്പം വളരെ ഏകപക്ഷീയമായി ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ PV അൻവർ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ UDF-ന്റെ ഒരു കോൺഫിഡൻസും മറ്റും അത് കൂടുതൽ പ്രകടമാക്കാൻ കാരണമാകുന്നില്ല. സാധ്യമുണ്ട്. കാര്യം UDF-ലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അൻവർ പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്. അതായത് LDF-നോടൊപ്പം നിന്ന് 2 തെരഞ്ഞെടുപ്പ് അസംബ്ലിയുടെ, അതായത് നിലമ്പൂർ എന്ന് പറയുന്ന ഇതുപോലൊരു കോട്ടയായിരുന്നു UDF-ന്റെ. ആ കോട്ടയെ തകർത്തുകൊണ്ട് LDF-ന് വേണ്ടി സീറ്റ് പിടിച്ചെടുത്ത ആളാണ് PV അൻവർ. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ശരിക്കും UDF-നുണ്ട്. അതായത് ഒരു ജയന്റ് കില്ലർ കാൻഡിഡേറ്റ് ആണെന്നുള്ള ഒരു ധാരണ അവർക്കുണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണ്. അദ്ദേഹം പല തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഒരു കക്ഷികളുടെ സഹായമില്ലാതെ 20,000-ഓളം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു. അവിടെ അത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഏറ്റവും സ്ട്രോങ് ആയിട്ട്, അതായത് LDF UDF പോളറൈസേഷൻ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പ്. പക്ക പൊളിറ്റിക്കലാണ്. അവിടെ നിന്നിട്ട് തന്നെയും അദ്ദേഹത്തിന് 20,000 വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത് PV അൻവർ ഉണ്ടാക്കിയിട്ടൊരു ഓളമുണ്ട്. ഒന്ന് പോലീസ് സേനയിൽ, ഒന്ന് ഹിന്ദുത്വയുടെ സ്വാധീനം വർദ്ധിക്കുന്നത്, അതിനകത്തെ അഴിമതി, ഇത് ഒപ്പം ഈ പോലീസ് സേന തന്നെ ന്യൂനപക്ഷത്തിനെതിരാണെന്നൊരു തോന്നൽ വരുത്താൻ PV അൻവറിന് കഴിഞ്ഞു. അത് ഈ ഒരു ഇഷ്യൂ പറഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹം LDF വിട്ട് പുറത്തു വരുന്നത്. പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ എല്ലാ എന്താ പറയുക നിലപാടും യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ പോലീസ് ഭരണ സംവിധാനത്തിന്, പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഒക്കെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം പിണറായിയെ ഇങ്ങനെ ആക്രമിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രസ്താവനകളും നീക്കങ്ങളെല്ലാം നടന്നത്. അതിനി അദ്ദേഹത്തിന് യാതൊരു ഗുണവും ഫലവും കിട്ടണമെങ്കിൽ ഇവിടെ ജയിക്കണം. പക്ഷെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ഫലം പരിശോധിക്കുമ്പോൾ ഈ വാദങ്ങളൊക്കെ ശരിവെക്കുന്നു എന്നൊരു തോന്നൽ PV അൻവറിന് ആവർത്തിക്കാം, അല്ലേ? ആണ്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു വന്നിട്ടുണ്ട്. ഒരു തോന്നൽ വന്നതുകൊണ്ടായിരിക്കണമല്ലോ ആ മണ്ഡലം തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ PV അൻവറിന്റെ ബേപ്പൂർ ലാൻഡിങ്
ബേപ്പൂരിൽ മാത്രമല്ല മലബാറിൽ മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടാക്കാൻ സഹായിക്കും. അത് UDF കണക്കാക്കുന്നത്, ഒന്ന് അദ്ദേഹത്തെ കൊണ്ട് മുന്നിൽ നിർത്തി, അതായത് പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ എതിരെ മത്സരിക്കുന്നു, അവിടെ ഒരു തികഞ്ഞ മത്സരം കൊടുക്കുക. തൊട്ടടുത്ത് കിടക്കുന്ന കോഴിക്കോട് 2 എന്ന് പറയുന്ന മണ്ഡലം UDFന് അടുത്തിടയൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ആ മണ്ഡലത്തിൽ ഇതിന്റെ ഒരു അലയലി ഉണ്ടാക്കുക, അതായത് ഒരു ന്യൂനപക്ഷ ഏകീകരണത്തിൻ്റെതായ ഒരു അലയലി ഉണ്ടാക്കി അതിന്റെയും കൂടെ നേട്ടം കൊയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമമാണ് അവിടെ UDF നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് PV അൻവർ വിജയിച്ചു വരിക എന്നുള്ളത് അല്ല UDFന്റെ താല്പര്യം. UDFന്റെ മൊത്തമുള്ള താല്പര്യം അവരുടെ സീറ്റെണ്ണം കൂട്ടുക. അതിൽ കോഴിക്കോടിന് ഇതിന്റെ അലയലി ഉണ്ടാവുമോ എന്നുള്ളത്. കഴിഞ്ഞ 4 നൂറ്റാണ്ടായി കോൺഗ്രസിന് ഒരു MLA പോലും ലഭിക്കാതിരുന്ന ഒരു ജില്ലയിൽ ഏറ്റവും ഇടതുപക്ഷമെന്ന് തോന്നിപ്പിക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ PV അൻവറിനെ ഇറക്കുക എന്ന് പറയുമ്പോൾ, ഒന്ന് മലബാറിലാകെ UDFന് നാളിതുവരെ ഇല്ലാത്ത വലിയ ഒരു മുൻതൂക്കം തങ്ങൾക്ക് കിട്ടുമെന്നൊരു തോന്നലുണ്ടാക്കാൻ പോലും സഹായിച്ചേക്കാണ്. അതിനും ഈ കഴിഞ്ഞ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ റിസൾട്ടുകളാണ്. അതായത് കാലങ്ങൾക്ക് ശേഷം അവർക്ക് കോഴിക്കോട് കോർപ്പറേഷൻ തിരികെ പിടിക്കാനല്ല, അതായത് അതിൽ ഭൂരിപക്ഷം LDFന് നഷ്ടപ്പെടുന്ന രീതിയിൽ കൊണ്ടെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതായത് ഒറ്റകക്ഷി എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ LDFന് ഇവിടെ ഭരണം കിട്ടിയിട്ടുള്ളത്. അവിടെ 2 ജില്ലാ പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം കോഴിക്കോട് ആദ്യമായിട്ട് UDFന് കിട്ടിയിരിക്കും. അത് ശരിക്കും കോഴിക്കോടിന്റെ ഗ്രാമമേഖലകളിൽ UDFന് ഒരു അപ്പർ ഹാൻഡ് വന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ജില്ലാ പഞ്ചായത്ത് ഈ അടുത്ത കാലത്തൊന്നും അവർക്ക് ജില്ലാ പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം തന്നെ അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് അവർ ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് UDFന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. അവർ അതിൽ തന്നെ ഒന്നുകൂടെ എന്താ പറയുക, അരക്കെട്ടുറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ PV അൻവറിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി കൊണ്ടുവന്ന് ഒരു വലിയൊരു മത്സരം കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നത്.